വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 3:27 ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവനെ ടോർച്ച് ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. ഈ ബന്ധനങ്ങളെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ തിന്മകളിലൂടെ. അതാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 7:21 കർത്താവ് വ്യക്തമായി പറയുന്നു, മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് തിന്മ പുറത്തു വരുന്നത്, അത് അവനെ അശുദ്ധനാക്കുന്നു. മറ്റുള്ളവരും ഇവർ ഇരിക്കുന്ന സ്ഥലവും വീടും വീടിൻ്റെ കന്നിമൂലയും ഒന്നുമല്ല നിന്നെ അശുദ്ധനാക്കുന്നത്. നീ ചെയ്ത തിന്മകളാണ് നിന്നെ അശുദ്ധനാക്കുന്നത്, ബന്ധനത്തിലാക്കുന്നത്. ഇനി ആത്മീയമായ ബന്ധനല്ലേ, കുഴപ്പമില്ലെന്ന് ആരും വിചാരിക്കണ്ട. നിന്നെ നിന്ന് കൃപകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി നിന്നിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹവും മോഷ്ടിക്കപ്പെടും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ഈ ഒരു കൃപയിൽ നഷ്ടം വന്നിട്ടുണ്ടോ, ഭൗതിക മേഖലയിലും അങ്ങനെ തന്നെ നഷ്ടം വരും, മക്കളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ കുറവ് വരും. എല്ലാ മേഖലയും ആത്മീയവും ഭൗതിക മേഖലയും ഒരുപോലെ ഇങ്ങനെ പിശാച് മോഷ്ടിച്ചുകൊണ്ടു പോകും. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 3:27 ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവനെ ടോർച്ച് ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. ഈ ബന്ധനങ്ങളെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ തിന്മകളിലൂടെ. അതാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 7:21 കർത്താവ് വ്യക്തമായി പറയുന്നു, മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് തിന്മ പുറത്തു വരുന്നത്, അത് അവനെ അശുദ്ധനാക്കുന്നു. മറ്റുള്ളവരും ഇവർ ഇരിക്കുന്ന സ്ഥലവും വീടും വീടിൻ്റെ കന്നിമൂലയും ഒന്നുമല്ല നിന്നെ അശുദ്ധനാക്കുന്നത്. നീ ചെയ്ത തിന്മകളാണ് നിന്നെ അശുദ്ധനാക്കുന്നത്, ബന്ധനത്തിലാക്കുന്നത്. ഇനി ആത്മീയമായ ബന്ധനല്ലേ, കുഴപ്പമില്ലെന്ന് ആരും വിചാരിക്കണ്ട. നിന്നെ നിന്ന് കൃപകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി നിന്നിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹവും മോഷ്ടിക്കപ്പെടും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ഈ ഒരു കൃപയിൽ നഷ്ടം വന്നിട്ടുണ്ടോ, ഭൗതിക മേഖലയിലും അങ്ങനെ തന്നെ നഷ്ടം വരും, മക്കളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ കുറവ് വരും. എല്ലാ മേഖലയും ആത്മീയവും ഭൗതിക മേഖലയും ഒരുപോലെ ഇങ്ങനെ പിശാച് മോഷ്ടിച്ചുകൊണ്ടു പോകും.